ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്ത എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്നലെ ഇത്തിരി ബിസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസുമായിട്ട് വരാഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നും എനിക്ക് മനസ്സിലായി. ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കരുതലും എനിക്ക് ആവശ്യമാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് അവസരം കിട്ടി. എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മേനെയും മിസ് ചെയ്തിരുന്നു, അവരുണ്ടായില്ല. എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ ലൈഫിൽ ഒത്തിരി സമാധാനമുള്ള ഒരു സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ പേഴ്സൺസ്, നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മുടെ ലൈഫിലെ നമ്മുടെ പിറന്നാൾ ദിവസം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക പറയില്ലേ, അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഒത്തിരി സന്തോഷിക്കുന്നൊരു നിമിഷമാണത്. അതെനിക്ക് ഇന്നലെ കിട്ടി. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവുമായിരിക്കാം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കത് കിട്ടി. അതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലാണ് ചില അനുഗ്രഹങ്ങൾ നമുക്ക് ഓടിയെത്തുക. അത് എനിക്ക് യൂണിവേഴ്സ് ഇന്നലെ ഒത്തിരി തന്നു. എൻ്റെ കുടുംബമായിട്ട് എനിക്ക് കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റി. അതിന് വീണ്ടും വീണ്ടും നിങ്ങളോടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോടും എന്നെ വിഷ് ചെയ്ത എൻ്റെ വ്യൂവേഴ്സിനോടും എൻ്റെ കുടുംബത്തോടും ഞാൻ താങ്ക് യു പറയുകയാണ്. യൂണിവേഴ്സിനോടും എൻ്റെ കുടുംബത്തോടും ഞാൻ താങ്ക് യു പറയുകയാണ്. ഈ യൂണിവേഴ്സ് ബ്ലെസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ അങ്ങനൊരു സന്തോഷ നിമിഷം ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ പാരൻസിനെ മിസ് ചെയ്തു കേട്ടോ, അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ പാരൻസിനെ എനിക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിലേക്ക് വരട്ടെ. നിങ്ങൾ ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ റിപ്ലൈ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്നറിയണ്ടേ? ഇനി നിങ്ങളുടെ പേഴ്സൻ്റെയും ലവ് ലൈഫിൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെയും ലവ് ലൈഫിലെ നെക്സ്റ്റ് ആക്ഷൻ? എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നത്തെ ആക്ഷൻ എന്തായിരുന്നു? ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത്. യൂണിവേഴ്സ് നമുക്ക് തന്ന റിപ്ലൈ, ആ കാർഡ്സ് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് എത്രമാത്രം റെസിനേറ്റ് ആവുമെന്ന് നിങ്ങൾ നോക്കുക. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റീവ്സിനെ നമ്മൾ വിട്ടുകളയുക. നമുക്ക് നെഗറ്റീവ്സ് ആവശ്യമില്ലല്ലോ നമ്മുടെ ലൈഫിൽ. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് യൂണിവേഴ്സ് നമുക്ക് എല്ലാ പോസിറ്റീവ്സും തരിക. നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും പഠിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എത്രത്തോളം പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നു അത്രത്തോളം യൂണിവേഴ്സ് നമ്മളെ ബ്ലെസ് ചെയ്യും. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇന്നലെ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നു എൻ്റെ ഫാമിലിയുമൊത്ത്. ആ നിമിഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേക്ക് എല്ലാവരും ചിലപ്പോൾ ഒത്തുകൂടണമെന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നതിന് യൂണിവേഴ്സിനോട് ഒത്തിരി താങ്ക് യു പറയുകയാണ്. നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് പെൻഡക്കിളാണ്. എന്താണ് പെൻഡക്കിൾ കാർഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ
ഒരു ഹാർമണി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. 5 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കണ്ടോ? അതിൽ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ആയാലും ഒരു കരിയർ വൈസ് ആയാലും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ ഒത്തിരി സങ്കടത്തോടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളും ഇടയിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ട്രഗിളാണ് കാണിക്കുന്നത്. അവർ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിന്ന് അവർക്ക് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ദ ടവർ എനർജിയാണ് തേർഡ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഈ മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് വരികയാണ്. നിങ്ങളും അവരും ഒട്ടും പ്രതീക്ഷിക്കാതെ യൂണിവേഴ്സ് തന്നെ അവരിലൊരു മാറ്റം കൊണ്ടുവരികയാണ്. അവർ ന്യൂ അവയർനെസ്സാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി, അവരുടെ ഫിനാൻഷ്യലുള്ള സ്ട്രഗിളെല്ലാം നീങ്ങി അവർക്ക് കൂടുതൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് പ്രചോദനമായി എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയായിരുന്നു. നിങ്ങളോട് പറയാതെയാണ് അവർ നിങ്ങളിൽ നിന്ന് പോയത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൈലൻ്റായി ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയും നാൾ ഭയങ്കര ആക്റ്റീവായിരുന്നു അവർ. നിങ്ങളോടും സംസാരിക്കുവാനായാലും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായാലും ഒത്തിരി ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. എന്നാൽ ഒരു സുപ്രഭാതത്തിലാണ് അവർ, ചീറ്റിംഗ് എനർജി പറയാൻ പറ്റില്ല, നിങ്ങളിൽ നിന്ന് പോയത്. അത് അവർ നിങ്ങളോട് പറയാതെ എന്തെങ്കിലും ചിട്ടിയൊക്കെ ചേർന്നിട്ടുണ്ടാവാം, അത് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്ഥലമിടപാടിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ടാവാം. അങ്ങനത്തെ എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിലൊരു നഷ്ടം വന്നു. അത് തിരിച്ചു പിടിക്കാനായിട്ട് അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ. ആ സമയത്ത് നിങ്ങൾക്ക് അവരുടേതായ ഒരു ടൈം നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് അവർക്ക് സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ അവർ സൈലൻ്റായി തീരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവർക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാനായിരുന്നു. അവർക്ക് വന്ന ആ നഷ്ടങ്ങളെ തിരിച്ചു പിടിച്ച് അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അവരച്ഛനും അമ്മയൊക്കെ ആവാം, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടാവാം. അവരെയൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടി നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടാവാം. ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയുള്ള വ്യക്തികളുണ്ടല്ലോ, അവരെ സേഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഫിനാൻഷ്യലി ഇത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി എന്താ ചിന്തിക്കുക? പ്രണയത്തിലേക്ക് വരണമെന്നല്ലോ ചിന്തിക്കുക. എൻ്റെ പേഴ്സൺ എന്നെ മനസ്സിലാക്കും, അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുമെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കുറച്ച് പ്രോബ്ലംസാണ്, അത് അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അവർ വിഷമിക്കുന്ന ഒപ്പം തന്നെ അവരുടെ ഫാമിലിയും ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ വിഷമിക്കും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് അവർക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളിൽ നിന്നൊരു സൈലൻ്റായിട്ട് അവർ മൂവ് ചെയ്ത് പോയിട്ടുണ്ടാവുക. എന്നാൽ കറണ്ട് സിറ്റുവേഷനിൽ ഒരു ടവർ എനർജിയാണ് കാണിക്കുന്നത്. അത് അവർക്കൊരു സ്റ്റെബിലിറ്റി വന്നു തുടങ്ങി. അവർ എന്താണോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് പോയത് അതെല്ലാം അവർ തിരികെ പിടിച്ചു തുടങ്ങി. പിന്നെ അവർ ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. 3 ഓഫ് വാൻഡ്സ് കാർഡ് കണ്ടു. അവർ വെളിച്ചത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെയാണ്, പ്രകാശം അവരിലേക്ക് വരുന്നു. അതായത് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് അവരവരെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം സേഫാക്കി കൊടുത്തു. പിന്നീട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരെത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അവർ ആ ടൈമിൽ ചിന്തിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല, എങ്കിൽ കൂടുതൽ നിങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡായി തുടങ്ങി. എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് മാറി നിന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അവർ
3 ഓഫ് വാൺസ് കാർഡിൽ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അവർ പാതി വഴിയിൽ ഇട്ടുപോയ അവരുടെ ദൗത്യം എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളിലേക്ക് വരുവാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ഫിനാൻഷ്യലായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ചേർന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ ഒന്ന് പാതി വഴിയിൽ നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ടെമ്പറൻസ് കാർഡ് കണ്ടോ, അത് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ ഞാൻ എൻ്റെ സ്ട്രഗിള്, എൻ്റെ വിഷമങ്ങൾ, അതിൻ്റെ എല്ലാം നടുവിലായിരുന്നു ഇത്രയും നാൾ. എനിക്ക് ഇതിനെല്ലാം ഒരു ബാലൻസ് കൊണ്ടുവരണം. എനിക്ക് എൻ്റെ പേഴ്സണെയും എൻ്റെ ഫാമിലിയെയും എൻ്റേതായ എല്ലാ കാര്യങ്ങളും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഇനിയെങ്കിലും ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് എൻ്റെ പേഴ്സണെ നഷ്ടപ്പെടും എന്നവർ ചിന്തിക്കുന്നുണ്ട്. വൈകിയ വേളയാണെന്ന് അവർക്കറിയാം. കാരണം ഒത്തിരി നിങ്ങൾ വിഷമിച്ചിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് എൻ്റെ പേഴ്സണെ മറന്ന് ജീവിക്കാൻ പറ്റില്ല. ഞാൻ കുറേ ഓടി ഞാൻ എൻ്റെതായ കാര്യങ്ങൾക്ക് ബിസി ആയിരുന്നു. എൻ്റെ പേഴ്സൺ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു ബാലൻസ് എൻ്റെ ലൈഫിൽ തന്നെ കൊണ്ടുവരണം. എൻ്റെ പേഴ്സണെ ഒരു സൈഡിലും എൻ്റെ ഫാമിലി ആണെങ്കിൽ എൻ്റെ കരിയർ ആണെങ്കിൽ എൻ്റെ പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സൈഡിലും, ഇത് രണ്ടും കൂടി എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് അവർ നല്ല ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 3 ഓഫ് കപ്സ് കാർഡ് യെസ്റ്റർഡേ അവരൊരു ചെറിയൊരു ഫങ്ഷനിൽ ഏർപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സായിട്ടുള്ള ഒരു ചെറിയൊരു സന്തോഷ നിമിഷങ്ങളാവാം, സിബ്ലിങ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫങ്ഷൻ ആവാം. അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഫങ്ഷനിലായിരുന്നു അവർ എന്ന് കാണിക്കുന്നു. അവിടെ അവരുടെ ഫ്രണ്ട്സിനോട് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിള്. നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നല്ല, നിങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആരെങ്കിലും 1-2 പേർക്കൊക്കെ അറിയാമായിരിക്കാം. അവരിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക് അവിടെ ഒരു ചർച്ചയായി വന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളും അവരും ഒന്നാകണമെന്ന് അവരുടെ ഫ്രണ്ട്സോ സിബ്ലിങ്സോ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊരു കാര്യമില്ല, ലൈഫിൽ എല്ലാം വേണ്ടേ, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാം വേണ്ടേ. ഫ്രണ്ട്സ് പറയാണ്, നിൻ്റെ ലൈഫിലും നിൻ്റെ പേഴ്സൻ്റെ ലൈഫിലും ഒത്തിരി നഷ്ടങ്ങൾ ഇത്രയും കാലഘട്ടത്തിനിടയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒന്നാവണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ ഡിസ്റ്റൻസ് ആയിപ്പോവും. ആ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി പോവും. എത്ര കാലം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ നിൽക്കുക. അവരൊത്തിരി വേദനിക്കുന്നുണ്ടാവില്ലേ? നീയും ഇപ്പോൾ ഒത്തിരി വേദനിക്കുന്നില്ലേ? നിങ്ങൾ ഒന്നാവേണ്ടവരാണ്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾ ബ്ലെസ് ചെയ്തതാണ്. ഇനി എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ എന്ന് അവർ ഒരു ചർച്ചാ വിഷയമായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അവർ തന്നെ ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്, 10 ഓഫ് കപ്സ് കാർഡിൽ എനിക്കിനി അധികം വൈകിച്ചൂടാ, എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് തിരിച്ചു പോകണം, എനിക്കൊരു ഫാമിലി വേണം. ഞാൻ ഇത്രയും നാൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് ഇരുന്നത്. എനിക്കെല്ലാം പറയാനുള്ളൊരു പേഴ്സൺ എൻ്റെ പേഴ്സൺ ആയിരുന്നു. ഞാൻ ഇനി അവരിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ എനിക്ക് അവരെ നഷ്ടപ്പെടും. ഇനി അവരെ നഷ്ടപ്പെടുത്തിക്കൂടാ. ചിലവരെ ഇവിടെ കോണ്ടാക്റ്റ് ആയിട്ട് തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. 1 ഇയർ മേലെയൊക്കെ ആയിട്ട് ഇത്തിരി ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജോ ഒരു ഹായോ ഒരു ബായോ ഒക്കെ ഇടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കോൾ ചെയ്ത് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. എന്നാൽ കൂടുതലായിട്ട് ഒരു ഇൻവോൾവ് ഇതിൽ കാണിക്കുന്നില്ല. അത് അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. സ്റ്റക്ക് എനർജി തന്നെയായിരുന്നു. അവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിനെയാണ്. അതിനി വൈകിച്ചുകൂടാ, എൻ്റെ പേഴ്സണെ ഇനി നഷ്ടപ്പെടുത്തിക്കൂടാ. ഇനി എത്ര കാലമെന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫുള്ളത്? ഒത്തിരി കാലങ്ങൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്തു. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ പേഴ്സണെ മറന്നിട്ട് ഇത്രയും നാൾ ഈ ഗ്യാപ്പിട്ട് നിന്നത് എന്നവർ ചിന്തിക്കുകയാണ്. നിങ്ങളിലേക്ക് ഓടിയെത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കണ്ടോ, 9 ഓഫ് ദി പെൻറ്റക്കിൾ കാർഡാണ്. എന്താണ് കാണിക്കുന്നത്? ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. അധികം വൈകാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു സ്നേഹ സന്ദേശവുമായിട്ട്. നിങ്ങളും ഇപ്പോൾ ഒരു പുതുജീവനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ഒരു മേഘ സന്ദേശം പോലെ എവിടെ നിന്നോ നിങ്ങൾക്ക് കുറച്ച്
എന്താ പറയുക, അവരെക്കുറിച്ച് കുറച്ച് അറിവൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പോസിറ്റീവിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യൂണിവേഴ്സിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കാൻ പോകുന്നു പെട്ടെന്ന് തന്നെ. ഇപ്പം നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടി തുടക്കം കുറിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന അതേ സമയം തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു. ഈ സമയത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ആവാം, കരിയർ ആവാം, എന്തുമാകട്ടെ. അതെല്ലാം ഇപ്പോൾ ചിലവരൊക്കെ സ്വന്തമായിട്ട് ഒരു സ്ഥലം വേണം, വീട് വേണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പേഴ്സൺസിനെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. അവർ എനിക്കൊരു ചിലപ്പോൾ വീടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ലാത്തവരായിരിക്കാം, ഫ്ലാറ്റോ സംതിങ് എന്തോ അവരുടേതായ ഒരു അബണ്ടൻസ് എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പുരോഗതിയാണ് കാണിക്കുന്നത്. അതൊക്കെ സാധിച്ചെടുക്കാനുള്ള ഓട്ടത്തിൽ തന്നെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അവരുടെ കാര്യങ്ങൾ നോക്കി പോയപ്പോൾ നിങ്ങൾ വിഷമിച്ചിരുന്നു, എന്നാൽ നിങ്ങളൊരു തുടക്കം കുറിച്ചിരുന്നു. അത് സക്സസ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സക്സസ്സിനൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് തിരിച്ചു വരുന്നതല്ല കേട്ടോ. അവർക്ക് ഉള്ളിൻ്റെ ഉള്ള സ്നേഹമുണ്ട്. അവരുടെ ആ കാര്യമുണ്ടല്ലോ, സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങളെന്ന പേഴ്സണെ അവർക്ക് മറക്കാൻ പറ്റില്ല. അവരൊത്തിരി വിഷമിച്ചിരിക്കുകയാണെന്ന് ഇവിടെ ആ കാർഡ്സ് കാണിക്കുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കാണിക്കുന്നത് ആ സ്റ്റക്ക് എനർജിയോടൊപ്പം തന്നെ അവരൊത്തിരി വിഷമിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്ക് അവരെ നഷ്ടപ്പെടും, എനിക്ക് അവരെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് അവർക്കുള്ളിൻ്റെ ഉള്ളൊരു ഭയമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ. അവർ ഒറ്റയ്ക്കിരുന്ന് ഒത്തിരി വിഷമിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം മാറാൻ പോവുകയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സെയിം ഫീലിങ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ? ഒരു പ്രണയം നമുക്ക് നഷ്ടമാകുമ്പോൾ എത്രയും നാൾ നമ്മുടെ കൂടെ നമുക്കെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു. ആ ആൾ നമ്മുടെ ലൈഫിൽ ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ സൈലൻ്റായി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ നമ്മളെ തന്നെ വെറുക്കുന്നൊരു നിമിഷം വരും അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് സ്നേഹിച്ചേ, നമ്മളെ തന്നെ മറന്നിട്ടല്ല അവരെ സ്നേഹിച്ചേ എന്നൊക്കെ നിങ്ങൾ വിഷമിച്ചിരുന്നത്. അതൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്നേഹ സന്ദേശവുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കോളോ മെസ്സേജോ ഒരു റിയൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ട് വരാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ധൈര്യത്തോടെ ഇരിക്കാനാണ്. ഇവിടെ നമ്മൾ ഒരു പ്രണയത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതുതരം റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, നമ്മളതിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് നിമിഷവും അത് നഷ്ടപ്പെടാമെന്ന് ചിന്തിക്കണം. നമുക്ക് എന്തും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് ഞാൻ പറയുകയാണ്, നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് ആണെങ്കിലും നമ്മളുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, സുഖമായാലും സന്തോഷമായാലും എല്ലാത്തിനും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു ഹാപ്പിക്കൊരു സാഡ് വശമുണ്ട്. ഒരു പ്രണയത്തിന് അത് നഷ്ടപ്പെടും എന്നുള്ളൊരു സൈഡുണ്ട്. അല്ലെങ്കിൽ ഒരു ഫാമിലി ആണെങ്കിൽ ഏതെങ്കിലും പേഴ്സണൊക്കെ നമ്മളെ വിട്ടൊന്നുമില്ലെങ്കിൽ പുറത്ത് അബ്രോഡ് പോവുക, അല്ലെങ്കിൽ വിട്ടു പോവുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ലൈഫിലായിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഏതൊരു വ്യക്തിയും നമ്മളൊരു ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ എന്തും സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കണം. എന്തും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ യൂണിവേഴ്സിനോട്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്നും തരാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അല്ലേ? അതിൻ്റെ നല്ലതും ചീത്തയുമായ എല്ലാ വശങ്ങളും യൂണിവേഴ്സിനറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രവൃത്തി തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യത്തിലേക്കായിരിക്കും നമ്മളെ യൂണിവേഴ്സ് നയിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കറേജുള്ളൊരു പേഴ്സണാണ്. നമ്മളിങ്ങനെ പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ അതിനെ മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ കറേജ് മുഴുവൻ നമ്മുടെ എനർജി ഫുള്ള് അതിലേക്ക് കൊടുക്കും. പെട്ടെന്ന് സുപ്രഭാതത്തിലായിരിക്കണം
അതിലൊരു മാറ്റം സംഭവിക്കുക, ഒന്നില്ലെങ്കിൽ അവർ മാറിപ്പോകും കുറച്ച് നാളൊക്കെ. അപ്പോഴാവും നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക. എന്ത്, നമ്മൾ എത്രയ്ക്കോ ശക്തിയുള്ളൊരു പേഴ്സണായിരുന്നു, കറേജുള്ളൊരു പേഴ്സണായിരുന്നു. അതൊക്കെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? അത് നഷ്ടപ്പെടുമ്പോഴാണ് കേട്ടോ നമ്മളത് ചിന്തിക്കുക. അപ്പോഴാണ് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുക, യൂണിവേഴ്സിൽ കൂടുതൽ അടുക്കുക. അത്രയും നാൾ ചിലപ്പോൾ നമുക്ക് എല്ലാം തികഞ്ഞൊരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിലേക്ക് അടുക്കില്ലല്ലോ. നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ യൂണിവേഴ്സിലേക്ക് അടുക്കാൻ ശ്രമിക്കുക അല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു വിഷമം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എന്തെല്ലാം നെഗറ്റീവ്സ് നിങ്ങളിലുണ്ടോ അതെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് പറയുന്നു, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. നീ നിന്നിൽ തന്നെ വിശ്വസിക്കുക. നീ ആഗ്രഹിക്കാൻ പോകുന്ന കാര്യം നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പറ്റുമെങ്കിൽ നിന്റെ മാതാപിതാക്കളോട് ഒരു സോറി പറയുക, അവരെ സ്നേഹിക്കുക. നമ്മുടെ ആദ്യ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. അവരെ സ്നേഹിക്കാൻ പഠിക്കാനാണ് യൂണിവേഴ്സ് ഇന്ന് സന്ദേശം നൽകുന്നത്. അവരെ സ്നേഹിച്ചുകൊണ്ട് നീ നിന്റെ ലോകത്തെ നോക്കിക്കാണാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിനക്കെല്ലാം നിന്റെ കൈക്കുള്ളിൽ വന്നു ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സണും ഉണ്ടാകാം. അവരും ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചു പേരുടെ പേഴ്സൺസ് എങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അവരും ഒരുപോലെ പോസിറ്റീവിലേക്ക് ചെല്ലൂ. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ മനസ്സ് തൊട്ടുള്ള സന്ദേശമാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരാൾക്കും ഒരു ദുരിതവും ദുഃഖവും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സണാണ്. ഞാൻ ദൈവത്തിലും എൻ്റെ മാതാപിതാക്കളിലും അത്രയേറെ വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ്. അത്ര സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ്. അവരില്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ്. ഞാൻ ചെയ്യുന്ന കാര്യം സത്യസന്ധമായി ചെയ്യണമെന്ന് 100% ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം. ഇപ്പോൾ ഞാൻ കാണാൻ മറയത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കുന്നു, അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്കത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടു തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ വാല്യൂ ആയിട്ട് തുടങ്ങും. നിങ്ങളുടെ സ്വന്തം നിംസ്.